എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പൽ ഏത്? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പൽ MV ഗംഗാവിലാസ്. MV ഗംഗാവിലാസ് ആണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പൽ. ഇന്ത്യയിൽ ആദ്യത്തെ 5G ഡ്രോൺ. ഇന്ത്യയിൽ ആദ്യത്തെ 5G ഡ്രോൺ സ്കൈഹോക്ക്. സ്കൈഹോക്ക് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ 5G ഡ്രോൺ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് ഏത്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് പുല്ലമ്പാറ. പുല്ലമ്പാറ പഞ്ചായത്താണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതാണ് 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം. നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത. നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആതിര പ്രീത റാണി. ആതിര പ്രീത റാണിയാണ് നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത. കേരള സവാരി എന്ന പേരിൽ ഓൺലൈൻ ഓട്ടോ ടാക്സി കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയത് എവിടെ? കേരള സവാരി എന്ന പേരിൽ ഓൺലൈൻ ഓട്ടോ ടാക്സി കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയത് തിരുവനന്തപുരം നഗരസഭ. തിരുവനന്തപുരം നഗരസഭയാണ് കേരള സവാരി എന്ന പേരിൽ ഓൺലൈൻ ഓട്ടോ ടാക്സി കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയത്. എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല. എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയാണ് എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല. ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ വ്യവസ്ഥ പ്രകാരം വോട്ടേഴ്സ് ലിസ്റ്റിൽ അഡ്വാൻസ് എൻറോൾമെൻറ്റിന് ആവശ്യമായ കുറഞ്ഞ പ്രായം. ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ വ്യവസ്ഥ പ്രകാരം വോട്ടേഴ്സ് ലിസ്റ്റിൽ അഡ്വാൻസ് എൻറോൾമെൻറ്റിന് ആവശ്യമായ കുറഞ്ഞ പ്രായം 17 വയസ്സ്. ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ വ്യവസ്ഥ പ്രകാരം വോട്ടേഴ്സ് ലിസ്റ്റിൽ അഡ്വാൻസ് എൻറോൾമെൻറ്റിന് ആവശ്യമായ കുറഞ്ഞ പ്രായം 17 വയസ്സാണ്. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഇന്ത്യൻ നഗരം. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഇന്ത്യൻ നഗരം മഹാബലിപുരം. മഹാബലിപുരമാണ് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഇന്ത്യൻ നഗരം. ഗർഭാശയകള അർബുദത്തിനെതിരെ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ ഏത്? ഗർഭാശയകള അർബുദത്തിനെതിരെ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ സെർവാവാക്. സെർവാവാക് വാക്സിനാണ് ഗർഭാശയകള അർബുദത്തിനെതിരെ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏത്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത്. INS വിക്രാന്ത് ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത്. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളം. കേരളം സ്ഥാനം പിടിച്ചത് 13ാം സ്ഥാനത്താണ്. കേരളമാണ് ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവി. മുത്തമിഴ് സെൽവിയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത. ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗ. അജയ് ബംഗയാണ് ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ.
ആജീവനാന്ത നേട്ടത്തിനുള്ള 2023 യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതിയത്. ആജീവനാന്ത നേട്ടത്തിനുള്ള 2023 യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതിയത് അരുന്ധതി റോയ്. അരുന്ധതി റോയ് ആണ് ആജീവനാന്ത നേട്ടത്തിനുള്ള 2023 യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതിയത്. പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ താരം. പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. നീരജ് ചോപ്രയാണ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ താരം. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം എന്ന റെക്കോർഡ് നേടിയ മലയാളി. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം എന്ന റെക്കോർഡ് നേടിയ മലയാളി HS പ്രണോയ്. HS പ്രണോയിയാണ് മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം എന്ന റെക്കോർഡ് നേടിയ മലയാളി. സാഫ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം. സാഫ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയാണ് സാഫ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം. ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഭവാനി ദേവി. ഭവാനി ദേവിയാണ് ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം സൂറത്ത്. സൂറത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക ലിസ. വാർത്താ ചാനലായ ഒഡീഷ TV ആണ് ലിസയെ അവതരിപ്പിച്ചത്. ലിസയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ജിയോ ബുക്ക്. ജിയോ ബുക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസർ. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസർ അർജുൻ പാണ്ഡ്യൻ. അർജുൻ പാണ്ഡ്യനാണ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? താഴെത്തുടുക്കി. സൈലന്റ് വാലിയിലെ താഴെത്തുടുക്കിയിലാണ് കേരളത്തിൽ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യ. എസ് സന്ധ്യയാണ് കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത്. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷ. PT ഉഷയാണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത്. അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ OneWebന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏത്? അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ OneWebന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് LVM-3. LVM-3 എന്ന റോക്കറ്റാണ് അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ OneWebന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ്. ഇന്ത്യയിൽ ആദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയാണ്? ബംഗളൂരു. ബംഗളൂരുവിലാണ് ഇന്ത്യയിൽ ആദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ സഫിൻ ഹസൻ.
സഫിൻ ഹസനാണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ. മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യനാകുന്ന ഇന്ത്യൻ താരം ആര്? മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യനാകുന്ന ഇന്ത്യൻ താരം നിഖാത് സരിൻ. നിഖാത് സരിനാണ് മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യനാകുന്ന ഇന്ത്യൻ താരം. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം ഏത്? പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് ആണ് പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗിൻ്റെ ഫൈനലിൽ കളിച്ച മലയാളി. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗിൻ്റെ ഫൈനലിൽ കളിച്ച മലയാളി മിന്നുമണി. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി മിന്നുമണിയാണ് പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗിൻ്റെ ഫൈനലിൽ കളിച്ച മലയാളി. ATP മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. ATP മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണയാണ് ATP മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. വിസ്ഡൻ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. വിസ്ഡൻ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ് വിസ്ഡൻ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. യൂറോപ്പിൽ വെച്ച് ATP ചലഞ്ചർ ടൂർ ടെന്നീസ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ താരം. യൂറോപ്പിൽ വെച്ച് ATP ചലഞ്ചർ ടൂർ ടെന്നീസ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ താരം സുമിത് നാഗൽ. സുമിത് നാഗലാണ് യൂറോപ്പിൽ വെച്ച് ATP ചലഞ്ചർ ടൂർ ടെന്നീസ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ താരം. ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരം. ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരം ഹെതൽ ഡേവ്. ഹെതൽ ഡേവ് ആണ് ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരം. ഏത് വനിതാ ഹോക്കി താരത്തിൻ്റെ പേരിലാണ് ആദ്യമായി ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത്? ഏത് വനിതാ ഹോക്കി താരത്തിൻ്റെ പേരിലാണ് ആദ്യമായി ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത്? റാണി റാംപാൽ. റാണി റാംപാലിൻ്റെ പേരിലാണ് ആദ്യമായി ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത്. റാണി റാംപാൽ വനിതാ ഹോക്കി താരമാണ്. ആദ്യമായിട്ടാണ് ഒരു വനിതാ ഹോക്കി താരത്തിൻ്റെ പേരിൽ ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്യപ്പെട്ടത്. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2023 ഏപ്രിൽ 25. 2023 ഏപ്രിൽ 25 കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട്. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിയാണ് ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ. ഇന്ത്യയിലെ ആദ്യ സൗരോർജ ക്രൂയിസർ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ഇന്ദ്ര. ഇന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം. തിരുവനന്തപുരത്തെ പാളയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യമേത്? മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ആർട്ടമിസ്. ആർട്ടമിസ് ആണ് മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യത്തിൻ്റെ പേര്. ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനായി CBI നടത്തിയ ഓപ്പറേഷൻ ഏത്? ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനായി CBI നടത്തിയ ഓപ്പറേഷൻ ഗരുഡ. ഓപ്പറേഷൻ ഗരുഡയാണ് ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനായി CBI നടത്തിയ ഓപ്പറേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ്? ഇവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ. ഇന്ത്യയിൽ ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്ന നഗരം. ഇന്ത്യയിൽ ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്ന നഗരം കൊൽക്കത്ത. കൊൽക്കത്തയാണ് ഇന്ത്യയിൽ ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്ന നഗരം.
ഇന്ത്യയിൽ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് രാത്രി വനനിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന സ്ഥലം. ഇന്ത്യയിൽ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ആരംഭിക്കുന്ന സ്ഥലം ഹാൻലെ ഗ്രാമം. ലഡാക്കിലെ ഹാൻലെ ഗ്രാമത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് രാത്രി വനനിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നത്. കേരളത്തിലെ ആദ്യ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് പള്ളിത്തോട്ടം. കൊല്ലത്തെ പള്ളിത്തോട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വന്നത്. ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥാപിച്ച ജമ്മു കശ്മീരിലെ ജില്ല. ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥാപിച്ച ജമ്മു കശ്മീരിലെ ജില്ല ദോഡ. ജമ്മു കശ്മീരിലെ ദോഡ ജില്ലയിലാണ് ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ ഷെൻഹുവ 15. ഷെൻഹുവ 15 എന്ന കപ്പലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി സ്വര പാട്ടീൽ. സ്വര പാട്ടീലാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസ് നമോ ഭാരത്. റാപ്പിഡ് എക്സ് എന്നതായിരുന്നു മുമ്പ് അറിയപ്പെട്ടിരുന്നത്. നമോ ഭാരതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസ്. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത്. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പാണ് ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത്. ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിൻ്റെ പേര്. ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിൻ്റെ പേര് ആയ്ക്കർ ഭവൻ. ആയ്ക്കർ ഭവൻ എന്നതാണ് ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിൻ്റെ പേര്. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത്. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കോഴിക്കോട്. കോഴിക്കോടിനെയാണ് യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത്. ഔദ്യോഗിക വൃക്ഷം ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത്. ഔദ്യോഗിക വൃക്ഷം ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് ഔദ്യോഗിക വൃക്ഷം ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത്. കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ നിലവിൽ വന്നത്. കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ നിലവിൽ വന്നത് ശംഖുമുഖം. തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ് കേരള സർക്കാർ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം വീഥി. തിരുവനന്തപുരത്തെ മാനവീയം വീഥിയാണ് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം. IPL താരലേലം നിയന്ത്രിച്ച ആദ്യ വനിത ഓഷണർ. IPL താരലേലം നിയന്ത്രിച്ച ആദ്യ വനിത, IPLലെ ആദ്യ വനിതാ ഓഷണർ മല്ലിക സാഗർ. മല്ലിക സാഗറാണ് IPL താരലേലം നിയന്ത്രിച്ച ആദ്യ വനിത, IPLലെ ആദ്യ വനിതാ ഓപ്ഷണർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത വൃന്ദാരതി. വൃന്ദാരതിയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത. ആദ്യ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ജേതാക്കൾ. ആദ്യ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ജേതാക്കൾ ഹരിയാന. ഹരിയാനയാണ് ആദ്യ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ജേതാക്കൾ. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കീഴടക്കിയ ആദ്യ മലയാളി. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ. ഷെയ്ഖ് ഹസൻ ഖാനാണ് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കീഴടക്കിയ ആദ്യ മലയാളി. IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം.
IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം റോബിൻ മിൻസ് ആണ് IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം. 2023 അർജുന അവാർഡ് നേടിയ മലയാളി. 2023 അർജുന അവാർഡ് നേടിയ മലയാളി M. ശ്രീശങ്കർ. ലോങ് ജംപ് താരമായ M. ശ്രീശങ്കറാണ് 2023 അർജുന അവാർഡ് നേടിയ മലയാളി. 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ. 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ E. ഭാസ്കരൻ. E. ഭാസ്കരനാണ് 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം സഞ്ജു സാംസൺ ആണ് രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം. രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. രാജ്യത്തെ ആദ്യ ബഹുഭാഷാ AI പ്ലാറ്റ്ഫോം കൃത്യം. വികസിപ്പിച്ചത് ഓല ഗ്രൂപ്പാണ്. കൃത്യമാണ് രാജ്യത്തെ ആദ്യത്തെ ബഹുഭാഷാ AI പ്ലാറ്റ്ഫോം. ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര സ്വർണ്ണ വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര സ്വർണ്ണ വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത് സൂറത്ത്. ഗുജറാത്തിലെ സൂറത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര സ്വർണ്ണ വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത്. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTFന്റെ ഗവേണിംഗ് ബോർഡ് അംഗമാകുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തി. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ ഗവേണിംഗ് ബോർഡ് അംഗമാകുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തി വിറ്റ ഡാനിയാണ് ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTFന്റെ ഗവേണിംഗ് ബോർഡിൽ അംഗമാകുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തി. ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത്. സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദവുമായ തീവണ്ടി യാത്ര സൗകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ്. സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദമായതുമായ തീവണ്ടി യാത്ര സൗകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ് അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദമായതുമായ തീവണ്ടി യാത്ര സൗകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ക്ഷേത്രം. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ക്ഷേത്രം കുന്നമംഗലം ഭഗവതി ക്ഷേത്രമാണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ക്ഷേത്രം. കേരളത്തിൽ ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാ ഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച സർവകലാശാല. കേരളത്തിൽ ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാ ഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച സർവകലാശാല കാലിക്കറ്റ് സർവകലാശാലയാണ് കേരളത്തിൽ ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാ ഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച സർവകലാശാല. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് മൈത്രി 2 ആണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത്. അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസ ദൗത്യം. അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ ദൗത്യം ഒസിരിസ് അപെക്സ് എന്ന ദൗത്യമാണ് അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസ ദൗത്യത്തിൻ്റെ പേര്. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത്. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത് PB അനീഷാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത്. റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം. റിലയൻസ് ജിയോ
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം ഭാരത് GPT. ഭാരത് GPT എന്ന പ്രോഗ്രാമാണ് റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ് MPhil കോഴ്സാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ദൗത്യം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ദൗത്യം എക്സ്പോസാറ്റ് ആണ് ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ദൗത്യം. പൂർണ്ണമായി വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹം. പൂർണ്ണമായി വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹം വിസാറ്റ് ആണ് പൂർണ്ണമായി വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹം. കേരളത്തിൽ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേരളത്തിൽ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ഏക്ത കപൂർ, വീർദാസ് എന്നിവരാണ് 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ. കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി ഏത്? കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി തുടങ്ങിയ ആപ്പ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി തുടങ്ങിയ ആപ്പ് ചലോ ആപ്പാണ് KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി തുടങ്ങിയ ആപ്പ്. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോക്ടർ വി ആർ ലളിതാംബികയാണ് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് മഞ്ചപ്പാലം, കണ്ണൂരിലെ മഞ്ചപ്പാലത്താണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്തിലെ ദ്വാരകയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത്. നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് തടി കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹം. നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് തടി കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹം ലിഗ്നോസാറ്റ് ആണ് നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് തടി കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് ആഴാകുളം, തിരുവനന്തപുരത്തെ ആഴാകുളത്താണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ IAS പദവി ലഭിക്കുന്ന ആദ്യ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥ. ഇന്ത്യയിൽ IAS പദവി ലഭിക്കുന്ന ആദ്യ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥ പ്രിയ രവിചന്ദ്രനാണ് ഇന്ത്യയിൽ IAS പദവി ലഭിക്കുന്ന ആദ്യ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥ. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂരിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂരിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ജിതേഷ് ജി ആണ് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള
ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂരിൻ്റെ ബ്രാൻഡ് അംബാസിഡർ? വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയത്? വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയത് എറണാകുളമാണ് വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗ്ഗക്കാർ മാത്രം അഭിനയിക്കുന്ന സിനിമ? ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗ്ഗക്കാർ മാത്രം അഭിനയിക്കുന്ന സിനിമ ധബാരി കുരുവി. പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ധബാരി കുരുവിയാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗ്ഗക്കാർ മാത്രം അഭിനയിച്ച സിനിമ. ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ 140 ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി? ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി സുജേത സതീഷാണ് ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ 140 ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.